റൊണാൾഡോയുടെ ജീവിതത്തിലുണ്ടായ രണ്ട് വലിയ വിവാദങ്ങളായിരുന്നു അമേരിക്കയിൽ നിന്നുയർന്ന പീഡനാരോപണവും സ്പെയിനിലെ നികുതി വെട്ടിപ്പ് കേസും. ലോകമാധ്യമങ്ങൾ ഒന്നടങ്കം ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഒരു കുറ്റവാളിയെപ്പോലെ വിചാരണ ചെയ്യാനും വേട്ടയാടാനും തുടങ്ങി. ആ ഇരുണ്ട കാലഘട്ടത്തിൽ റൊണാൾഡോയ്ക്ക് ആശ്രയമായി മാറിയത് കുടുംബം തന്നെയായിരുന്നു. ജോർജീന അപ്പോഴേക്കും റൊണാൾഡോയ്ക്ക് വലിയ കരുത്തായി മാറിക്കഴിഞ്ഞിരുന്നു. കുറ്റപ്പെടുത്തലുകളുടെയും ആരോപണങ്ങളുടെയും ശരശയ്യയിൽ കിടക്കുമ്പോഴും കളിക്കളത്തിൽ റൊണാൾഡോയെ പിടിച്ചു നിർത്താൻ എതിരാളികൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അതിന്റെ ഫലം കണ്ടത് 2017 ഡിസംബർ 7 ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസ് നഗരമെന്ന് പതിവിലും കൂടുതൽ പ്രകാശഭരിതമായിരുന്നു. ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ പുരസ്കാരമായ ബാലൻ ഡിയോർ പ്രഖ്യാപനത്തിനുള്ള മാന്ത്രിക നിശ. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായ സാക്ഷാൽ ഈഫൽ ടവർ വർണ്ണ വെളിച്ചങ്ങളാൽ കുളിച്ചു നിൽക്കുന്നു. പെട്ടെന്ന് താഴെ നിന്ന് ക്യാമറ കണ്ണുകൾ ആ കൂറ്റൻ ഗോപുരത്തിന്റെ മുകളിലേക്ക് തിരിഞ്ഞപ്പോഴേക്കും ഫുട്ബോൾ ലോകം ഒന്നടങ്കം ശ്വാസമടക്കി പിടിച്ചു നിൽക്കുകയായിരുന്നു. ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഈഫൽ ടവറിന്റെ മട്ടുപ്പാവിൽ ഇരുട്ടിൽ നിന്നും പതിയെ വെളിച്ചത്തിലേക്ക് അവനൊന്ന് തിരിഞ്ഞു നിന്നു. ഇടത് കൈയിൽ തന്റെ 5ാമത്തെ സ്വർണപ്പന്തും പിടിച്ചു പുഞ്ചിരിച്ചു നിൽക്കുന്ന സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഒരേ ഫ്രെയിമിൽ 2 ലോകാത്ഭുതങ്ങൾ. മനുഷ്യനിർമ്മിതമായ ലോകാത്ഭുതത്തിന് മുകളിൽ കഠിനാധ്വാനം കൊണ്ടും പോരാട്ടവീര്യം കൊണ്ടും ലോകത്തിനു മുൻപിൽ മറ്റൊരത്ഭുതമായി മാറിയ റൊണാൾഡോ തല ഉയർത്തി നിൽക്കുന്ന അത്യപൂർവമായ കാഴ്ച. ആ ചരിത്രരാത്രിയിൽ റൊണാൾഡോ തനിച്ചായിരുന്നില്ല. അവനെ വേട്ടയാടിയ ഇരുണ്ട ദിനങ്ങളിൽ കാവലായി നിന്ന കുടുംബം താഴെ കണ്ണീരണിഞ്ഞു നിൽപ്പുണ്ട്. ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം തുടർച്ചയായ 2ാം വർഷവും നേടിയതിനു പിന്നാലെയായിരുന്നു ആ നേട്ടമെന്നത് ആ സന്തോഷ നിമിഷത്തിന്റെ മധുരമിരട്ടിപ്പിച്ചു. നികുതി വെട്ടിപ്പുകാരനെന്നും പീഡകനെന്നും വിളിച്ചു വേട്ടയാടിയവരുടെ മുന്നിലൂടെ ഫുട്ബോളിന്റെ നെറുകയിൽ അവൻ വീണ്ടും രാജാവായി സിംഹാസനമുറപ്പിച്ചു. 5 പ്രാവശ്യം പുരസ്കാരം നേടിക്കൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി റൊണാൾഡോ ബാലൻ ഡിയോർ പുരസ്കാരങ്ങളുടെ എണ്ണത്തിൽ ലയണൽ മെസ്സിക്കൊപ്പമെത്തി. എന്നാൽ 2018 കാലെടുത്തു വച്ചപ്പോൾ റൊണാൾഡോയ്ക്കും റയൽ മാഡ്രിഡിനും കാലിടറാൻ തുടങ്ങി. ആദ്യ പകുതിയിൽ ഗോളുകൾ കണ്ടെത്താൻ റൊണാൾഡോ പാടുപെട്ടതോടെ വിമർശകർ വീണ്ടും വാളെടുത്തു. റൊണാൾഡോയ്ക്ക് പ്രായമായി, അവന്റെ കാലം കഴിഞ്ഞു എന്ന് പത്രങ്ങൾ വീണ്ടും എഴുതി തുടങ്ങി. പക്ഷേ കായികരംഗത്തെ പ്രമുഖർക്ക് റൊണാൾഡോ എന്ന താരത്തിന്റെ യഥാർത്ഥ കാതലെന്തെന്നറിയാമായിരുന്നു. സാക്ഷാൽ ബ്രസീലിയൻ ഇതിഹാസം റൊണാൾഡോ നസാരിയോ ക്രിസ്ത്യാനോയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാൻ പരിശീലനം നടത്തിയത് എനിക്കത് ചെയ്യേണ്ടിയിരുന്നതുകൊണ്ടാണ്. എന്നാൽ ക്രിസ്ത്യാനോ അത് ചെയ്യുന്നത് അവനത് ജീവനായതുകൊണ്ടാണ്. ആ കഠിനാധ്വാനത്തിന്റെ ഫലം ഫുട്ബോൾ ലോകം കണ്ടത് 2018 ഏപ്രിൽ 3 ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ ഇറ്റാലിയൻ വമ്പന്മാരായ യുവന്റസ് ആയിരുന്നു റയലിന്റെ എതിരാളികൾ. യുവന്റസിന്റെ ഹോം ഗ്രൗണ്ടായ ടൂറിനിലെ അലയൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. കളി അതിന്റെ 64ാം മിനിറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. ടൂറിനിലെ അലയൻ സ്റ്റേഡിയത്തിൽ ശ്വാസമടക്കി പിടിച്ചു കാത്തിരിക്കുന്ന കാണികൾ. സ്വന്തം തട്ടകത്തിൽ തിരിച്ചടിക്കാൻ യുവന്റസ് ഇണഞ്ഞു പരിശ്രമിക്കുമ്പോൾ
പ്രതിരോധത്തിന്റെ വൻമതിൽ തകർക്കാനുള്ള ശ്രമത്തിലാണ് റയൽ മാഡ്രിഡ്. പെട്ടെന്നാണ് വലത് വിങ്ങിലൂടെ റയൽ ആ മുന്നേറ്റം നടത്തിയത്. ഡാനി കാർവഹാലിന്റെ കാലുകളിൽ പന്ത്. അതയാൾ യുവന്റസ് ബോക്സിലേക്ക് ഉയർത്തി നൽകി. ഭൂഗുരുത്വത്തെപ്പോലും തോൽപ്പിച്ച് ഗ്രൗണ്ടിൽ നിന്നും 7 അടിയോളം മുകളിലേക്ക് റൊണാൾഡോ പറന്നുയർന്നിരിക്കുന്നു. ഭൂമിക്ക് സമാന്തരമായി കിടന്നുകൊണ്ട് വലതുകാൽ കൊണ്ടൊരു തകർപ്പൻ പ്രഹരം. അത്യുഗ്രനൊരു ബൈസിക്കിൾ കിക്ക്. ഗോൾ, ഗോൾ, വാട്ട് എ ഗോൾ! ഗാലറിയിൽ നിന്നും ആർപ്പുവിളികൾ ഉയർന്നു. ഗോളി ജിയാൻ ലൂജി ബുഫണ് പന്ത് വലയിലേക്ക് കയറുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. യുവന്റസ് പ്രതിരോധ താരം ആൻഡ്രിയ ബാർസാഗ്ലി അതിനെ വിശേഷിപ്പിച്ചത് ഒരു പ്ലേ സ്റ്റേഷൻ ഗോൾ എന്നായിരുന്നു. ടൂറിനിലെ ഇറ്റാലിയൻ കോട്ട തകർന്നു വീണിരിക്കുന്നു. തങ്ങളുടെ സ്വന്തം ടീമിന്റെ വലയിലാണ് ആ മാന്ത്രിക ഗോൾ വീണതെന്ന് പോലും മറന്ന് ഗാലറിയിലുണ്ടായിരുന്ന 10,000-കണക്കിന് യുവന്റസ് ആരാധകർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. തന്നെ ബഹുമാനിച്ച ആ ആരാധകർക്ക് മുന്നിൽ നെഞ്ചിൽ കൈവച്ച് തലകുനിച്ച് റൊണാൾഡോ നന്ദി പറഞ്ഞു. ആ തകർപ്പൻ ഗോളിലൂടെ റയലിനെ സെമിയിലെത്തിച്ച റൊണാൾഡോ മെയ് 26-ന് കിയേവിൽ നടന്ന ഫൈനലിൽ ലിവർപൂളിനെയും 3-1 തകർത്ത് റയൽ മാഡ്രിഡിന് തുടർച്ചയായ 3ാം ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിക്കൊടുത്തു. 5 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ നേടുന്ന ചരിത്രത്തിലെ ആദ്യ താരമായി റൊണാൾഡോ മാറി. തുടർച്ചയായ 6ാം സീസണിലും ടൂർണമെന്റിലെ ടോപ്പ് സ്കോററായതും റൊണാൾഡോ തന്നെ. എന്നാൽ ആ ഫൈനൽ മത്സരത്തിന് ശേഷം മൈതാനത്ത് വെച്ച് നൽകിയ അഭിമുഖത്തിൽ റൊണാൾഡോ പറഞ്ഞ ഒരു വാചകം റയൽ ആരാധകരുടെ നെഞ്ചിൽ തീ കോരിയിട്ടു. റയൽ മാഡ്രിഡിൽ കളിക്കാൻ കഴിഞ്ഞത് തന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അനുഭവമായിരുന്നു. അതോടെ റൊണാൾഡോ മാഡ്രിഡ് വിടുകയാണെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നു തുടങ്ങി. അതിനിടയിലാണ് 2018 ലോകകപ്പിനായി പോർച്ചുഗൽ നായകനായി റൊണാൾഡോ റഷ്യയിലേക്ക് വിമാനം കയറുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരം തന്നെ ലോകം കാത്തിരുന്ന തീപ്പൊരി പോരാട്ടമായിരുന്നു. പോർച്ചുഗലിന്റെ എതിരാളികൾ മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ. മത്സരത്തിന്റെ 88ാം മിനിറ്റ്. സ്കോർ നില 3-2 സ്പെയിനിന് അനുകൂലം. തോൽവി മുന്നിൽ കണ്ട് പോർച്ചുഗൽ ആരാധകർ നിരാശയിലേക്ക് വീഴുമ്പോഴാണ് സ്പാനിഷ് പെനാൽറ്റി ബോക്സിന് തൊട്ടുപുറത്ത് പോർച്ചുഗലിന് അനുകൂലമായി ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നത്. പന്തിനരികിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഗാലറിയും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഫുട്ബോൾ ആരാധകരും ഒരു നിമിഷം ശ്വാസമടക്കിപ്പിടിച്ചു. ഒരു രാജ്യത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും ആ 33-കാരന്റെ ചുമലിലായിരുന്നു. തന്റെ പതിവ് ശൈലിയിൽ അവൻ പന്ത് ഗ്രൗണ്ടിൽ വെച്ചു. കുറച്ചു പുറകോട്ട് മാറി കാലുകൾ അകത്തിവെച്ചു നിന്നു. കണ്ണുകൾ ഇറുക്കിയടച്ച് ദീർഘമായൊരു ശ്വാസമെടുത്ത് റൊണാൾഡോ ലക്ഷ്യത്തിലേക്ക് നോക്കി. വിസിൽ മുഴങ്ങി. വലതുകാൽ കൊണ്ടൊരു മാന്ത്രിക സ്പർശം. ഡേവിഡ് ഡിഹിയെ വെറുമൊരു കാഴ്ചക്കാരനാക്കി വളഞ്ഞു പുളഞ്ഞു പാഞ്ഞ ആ പന്ത് സ്പെയിനിന്റെ വലയിൽ ചെന്ന് തറച്ചു. ഗോൾ. സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചു. തോൽവി ഉറപ്പിച്ച മത്സരത്തിൽ നിന്നും വ്യക്തിഗത മികവിലൂടെ ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിനെ
3-3 എന്ന സമനിലയിലേക്ക് വലിച്ചു കയറ്റി. ആ മാന്ത്രിക ഹാട്രിക്കിലൂടെ റഷ്യൻ മണ്ണിൽ അവൻ കുറിച്ചത് മറ്റൊരു ലോക റെക്കോർഡായിരുന്നു. ലോകകപ്പ് ചരിത്രത്തിൽ ഹാട്രിക്ക് നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന ചരിത്രം. സ്പെയിനിനെതിരായ ആ ഐതിഹാസിക ഹാട്രിക് പ്രകടനത്തിന് ശേഷം വലിയ പ്രതീക്ഷകളോടെയാണ് റൊണാൾഡോയും സംഘവും മുന്നോട്ടു പോയത്. എന്നാൽ 2018 റഷ്യൻ ലോകകപ്പിൽ പോർച്ചുഗലിന്റെ പിന്നീടുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. രണ്ടാമത്തെ മത്സരത്തിൽ മൊറോക്കോയായിരുന്നു പോർച്ചുഗലിന്റെ എതിരാളികൾ. മത്സരത്തിന്റെ 4-ാം മിനിറ്റിൽ തന്നെ ഒരു തകർപ്പൻ ഹെഡറിലൂടെ റൊണാൾഡോ പോർച്ചുഗലിന് വിജയ ഗോൾ സമ്മാനിച്ചു. ആ ഒറ്റ ഗോളിന്റെ ബലത്തിൽ പോർച്ചുഗൽ വിജയിച്ചു കയറി. ഈ ഗോളോടെ യൂറോപ്യൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന ഇതിഹാസ താരം ഫെറൻക് പുസ്കാസിന്റെ റെക്കോർഡ് റൊണാൾഡോ തകർത്തു. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ പോർച്ചുഗൽ ഇറാനെ നേരിട്ടു. റിക്കാർഡോ ക്വാറസ്മയുടെ തകർപ്പനൊരു ഗോളിൽ പോർച്ചുഗൽ മുന്നിലെത്തിയെങ്കിലും പിന്നീട് ഇറാൻ സമനില പിടിച്ചു. ഈ മത്സരത്തിൽ റൊണാൾഡോ എടുത്ത ഒരു പെനാൽറ്റി കിക്ക് ഇറാന്റെ ഗോൾ കീപ്പർ തടഞ്ഞിട്ടത് ആരാധകരെ നിരാശരാക്കി. എങ്കിലും ഒരു ജയവും 2 സമനിലകളുമായി 5 പോയിന്റോടെ ഗ്രൂപ്പ് ബിയിൽ സ്പെയിനിന് പിന്നിൽ രണ്ടാമന്മാരായി പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. നോക്കൌട്ട് റൗണ്ടിൽ ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ഉറുഗ്വേയായിരുന്നു പോർച്ചുഗലിന്റെ എതിരാളികൾ. ജൂൺ 30 നടന്ന ആ മത്സരം പോർച്ചുഗലിന്റെ ലോകകപ്പ് സ്വപ്നങ്ങൾക്ക് തിരശ്ശീലയിടുകയായിരുന്നു. സൂപ്പർ സ്ട്രൈക്കർ എഡിൻസൺ കവാനിയുടെ ഇരട്ട ഗോളുകളുടെ മികവിൽ ഉറുഗ്വേ പോർച്ചുഗലിന്റെ പ്രതിരോധം തകർത്തു. പെപ്പയിലൂടെ പോർച്ചുഗൽ ഒരു ഗോൾ മടക്കിയെങ്കിലും പിന്നീട് പൊരുതിക്കയറാൻ അവർക്ക് കഴിഞ്ഞില്ല. റൊണാൾഡോയെ കൃത്യമായി പൂട്ടാൻ ഉറുഗ്വേയുടെ പ്രതിരോധത്തിന് കഴിഞ്ഞു. ഫലം 2-1 ഉറുഗ്വേ മത്സരം വിജയിച്ചു. ലോകകപ്പ് സ്വപ്നങ്ങൾ അവസാനിപ്പിച്ചു മടങ്ങിയ റൊണാൾഡോയെ കാത്തിരുന്നത് മറ്റു ചില നാടകീയ സംഭവങ്ങളായിരുന്നു. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ലോകകപ്പ് സ്വപ്നങ്ങൾ അവസാനിപ്പിച്ചു മടങ്ങിയ റൊണാൾഡോ നടത്തിയത് ലോക ഫുട്ബോളിനെ തന്നെ പിടിച്ചുകുലുക്കിയ ഒരു വമ്പൻ പ്രഖ്യാപനമായിരുന്നു. 2018 ജൂലൈ 10 ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കൂട്ടുകെട്ടുകളിലൊന്ന് അവസാനിക്കുന്നു എന്ന വാർത്ത ലോകം ഞെട്ടലോടെ കേട്ടു. 100 ദശലക്ഷം യൂറോയുടെ ഏകദേശം 800 കോടി രൂപ എന്ന റെക്കോർഡ് തുകയ്ക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ റയൽ മാഡ്രിഡ് വിട്ട് ഇറ്റാലിയൻ വമ്പന്മാരായ യുവന്റസിലേക്ക് ചേക്കേറുന്നു. റയൽ മാഡ്രിഡിൽ തനിക്കർഹിച്ച ബഹുമാനവും സ്നേഹവും ലഭിക്കുന്നില്ലെന്ന് റൊണാൾഡോയ്ക്ക് തോന്നിത്തുടങ്ങിയിരുന്നു. റയൽ പ്രസിഡന്റായ ഫ്ലോറന്റീനോ പെരസ് തന്നെ വെറുമൊരു ബിസിനസ് ഉപകരണമായി മാത്രമാണ് കാണുന്നതെന്ന് റൊണാൾഡോ വിശ്വസിച്ചു പോന്നു. സ്പാനിഷ് സർക്കാർ റൊണാൾഡോയ്ക്കെതിരെ നികുതി വെട്ടിപ്പ് കേസെടുക്കുകയും അവനെ മാധ്യമങ്ങൾ വേട്ടയാടുകയും ചെയ്ത സമയത്ത് റയൽ മാഡ്രിഡ് അവന് വേണ്ടത്ര പിന്തുണ നൽകിയില്ല എന്നതും റൊണാൾഡോയെ ടീം വിടാൻ പ്രേരിപ്പിച്ച ഘടകമായി മാറി. ലയണൽ മെസ്സിക്ക് സമാനമായ കേസ് വന്നപ്പോൾ ബാഴ്സലോണ ക്ലബ് ഔദ്യോഗികമായി തന്നെ മെസ്സിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു.
എന്നാൽ സ്പെയിനിലെ കോടതി വരാന്തകളിൽ റൊണാൾഡോയ്ക്ക് പലപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നിരുന്നു. മാത്രമല്ല, റയൽ മാഡ്രിഡിനൊപ്പം നേടാവുന്നതിന്റെ പരമാവധി അവൻ നേടിക്കഴിഞ്ഞിരുന്നു. 9 വർഷം കൊണ്ട് 4 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, അതിൽ 3 തുടർച്ചയായി. ഇനി സ്പെയിനിൽ വെട്ടിപ്പിടിക്കാൻ അവനൊന്നും ബാക്കിയില്ലായിരുന്നു. 9 വർഷം, 438 മത്സരങ്ങൾ, 450 ഗോളുകൾ, 15 വലിയ കിരീടങ്ങൾ. സ്പെയിനിൽ റൊണാൾഡോ തീർത്ത ആ സുവർണ കാലഘട്ടത്തിന് അവസാനമായി. സ്പെയിനിൽ തനിക്കെതിരെ നിലനിന്നിരുന്ന നികുതി വെട്ടിപ്പ് കേസിൽ 18.8 ദശലക്ഷം യൂറോ, ഏകദേശം 150 കോടി രൂപ പിഴയടച്ചുകൊണ്ട് ആ അധ്യായം അവൻ എന്നേക്കുമായി അവസാനിപ്പിച്ചു. ഇറ്റലി ഒരു രാജാവിനെ പോലെയാണ് റൊണാൾഡോയെ വരവേറ്റത്. 33-ാം വയസ്സിൽ ഒരു താരത്തിന് ലഭിക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ട്രാൻസ്ഫർ തുക നൽകി ടീം അവനെ സ്വീകരിച്ചത് അയാൾക്കത്രത്തോളം മാർക്കറ്റ് വാല്യൂ ഉള്ളതുകൊണ്ട് തന്നെയാണ്. യുവന്റസിൽ റൊണാൾഡോയുടെ 7-ാം നമ്പർ ജേഴ്സി പുറത്തിറങ്ങി 24 മണിക്കൂറിനുള്ളിൽ വിറ്റുപോയത് 5 ലക്ഷത്തിലധികം ഷർട്ടുകളാണ്. ആ ഇനത്തിൽ മാത്രം ഒറ്റ ദിവസം കൊണ്ട് യുവന്റസ് റൊണാൾഡോയിലൂടെ കോടിക്കണക്കിന് രൂപ വരുമാനം കണ്ടെത്തി. ഇറ്റാലിയൻ ഫുട്ബോളിന് തന്നെ അതൊരു പുതിയ ഉണർവായിരുന്നു. പക്ഷേ ആ സന്തോഷങ്ങൾക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഓഗസ്റ്റ് 18-നായിരുന്നു യുവന്റസിനായുള്ള റൊണാൾഡോയുടെ അരങ്ങേറ്റം. യുവന്റസിന്റെ ജേഴ്സിയിൽ ചാമ്പ്യൻസ് ലീഗിലേക്ക് റൊണാൾഡോ മടങ്ങിയെത്തുകയാണ്. വേദി സ്പെയിനിലെ വലൻസിയയുടെ ഹോം ഗ്രൗണ്ടായ മെസ്റ്റാല്ല സ്റ്റേഡിയം. സ്പെയിൻ വിട്ടതിനു ശേഷം അവിടേക്കുള്ള ആദ്യത്തെ തിരിച്ചുവരവ്. വലിയ പ്രതീക്ഷകളോടെയാണ് റൊണാൾഡോ കളത്തിലിറങ്ങിയത്. എന്നാൽ മത്സരത്തിന്റെ 29-ാം മിനിറ്റിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു. പെനാൽറ്റി ബോക്സിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ച റൊണാൾഡോയെ വലൻസിയയുടെ പ്രതിരോധ താരം ജെയ്സൺ മുറില്ലോ തടയാൻ ശ്രമിച്ചു. ഇരുവരും തമ്മിൽ ചെറിയൊരു ഉന്തും തള്ളും. റൊണാൾഡോയുടെ നേരിയ സ്പർശനത്തിൽ തന്നെ മുറില്ലോ വളരെ നാടകീയമായി ഗ്രൗണ്ടിലേക്ക് വീണു. മനഃപൂർവ്വം ഫൗൾ നേടാനുള്ള മുറില്ലോയുടെ നീക്കം കണ്ട റൊണാൾഡോയ്ക്ക് ദേഷ്യം വന്നു. എഴുന്നേൽക്ക്, വെറുതെ അഭിനയിക്കാതിരിക്ക് എന്ന ഭാവത്തിൽ ദേഷ്യത്തോടെ അവൻ മുറില്ലോയുടെ തലമുടിയിൽ പിടിച്ചു വലിച്ചു. അതൊരു വലിയ കയ്യേറ്റമൊന്നുമല്ലായിരുന്നു. പക്ഷേ വലൻസിയൻ താരങ്ങൾ റഫറിയെ വളഞ്ഞു. ജർമ്മൻ റഫറിയായ ഫെലിക്സ് ബ്രൈഷ് ഗോൾ ലൈൻ റഫറിയുമായി കൂടിയാലോചിച്ച ശേഷം തന്റെ പോക്കറ്റിൽ നിന്നും ആ കാർഡ് പുറത്തെടുത്ത് റൊണാൾഡോയ്ക്ക് നേരെ ഉയർത്തി. ഒരു ഡയറക്റ്റ് റെഡ് കാർഡ്. സ്റ്റേഡിയം സ്തംഭിച്ചുപോയി. 154 ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾക്കിടയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കരിയറിലെ ആദ്യത്തെ റെഡ് കാർഡ്. അപമാനഭാരത്താലും സങ്കടത്താലും മൈതാനത്ത് വെച്ച് ആ ഇതിഹാസ താരം പൊട്ടിക്കരഞ്ഞു. സഹതാരങ്ങൾ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവന്റെ സങ്കടം അടങ്ങുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു പോകുമ്പോഴും അവന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു. ചാമ്പ്യൻസ് ലീഗിൽ യുവന്റസിലേക്കുള്ള തന്റെ രാജകീയ വരവ് കണ്ണീരോടെയാകുമെന്നവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല.